കുറച്ച് സവോളയും പനീറും അതുപോലെ തന്നെ ഒരു പിടി ഗ്രീൻ പീസും ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സ്റ്റഫിങ് ആട്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യമേ ആവശ്യത്തിന് പനീർ ക്യൂബ്സ് എടുക്കുക, വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സവോള ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക്, പാകത്തിന് ഉപ്പ് ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ, വെള്ളം ഒഴിക്കണ്ട. അതിനുശേഷം അതിലോട്ട് 2 പിടി ഗ്രീൻ പീസ് ഇട്ട് കൊടുത്ത് വീണ്ടും ഒരു 2 മിനിറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തീ സിമ്മിലിടാൻ മറക്കണ്ട. അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലോട്ട് കോണിട്ട് കൊടുക്കുക. ഒരു കൈപ്പിടി കോണിട്ട് കൊടുത്താൽ മതി കേട്ടോ, ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അത് നന്നായി വീണ്ടും തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ പനീർ ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കുറുകി വറ്റി വന്നോട്ടെ. ഇതേ കണ്ടില്ലേ, അടിപൊളി സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളും ട്രൈ ചെയ്യണേ.